നമ്മുടെ പോരുന്നോ എൻ്റെ നാട് കാണാനെന്നുള്ള വ്ളോഗ് ചെയ്ത സമയത്ത് അതിൽ ഞാനൊരു മാർക്കറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പച്ചക്കറി മാർക്കറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടിട്ട് നിറയെ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ മാർക്കറ്റിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്ന് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മാർക്കറ്റിൻ്റെ ടൈം വൈകുന്നേരം 5 മണി തൊട്ട് രാത്രി 9 മണി വരെ ഉണ്ടാവും. ചിലപ്പോൾ 9 മണിക്ക് മേലെ വരെയൊക്കെ ഉണ്ടാവും. പക്ഷേ പോകാൻ ഇറങ്ങിയപ്പോഴാണ് കണ്ടോ 2 പേര് വന്നിട്ടുണ്ട്. ഇവർ രാവിലെ വരുന്ന ആൾക്കാരാണ്, 2 മൈലും രാവിലെ വരും. എന്നിട്ട് നമ്മൾ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കഴിച്ചിട്ട് പോകും. ഇന്നിപ്പം വിശന്നിട്ടാന്ന് തോന്നുന്നു വൈകുന്നേരം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ റേഷൻ കടയിൽ നമുക്ക് കിട്ടുന്ന ഗോതമ്പ്, അതേപോലെ പുഴുക്കലരി, പച്ചരി, സാമ്പാർ പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരുപാട് കിട്ടും. എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് എപ്പോഴും ബാക്കിയുണ്ടാവും. ചിലപ്പം കുത്തിപ്പോവും ഇങ്ങനെ ഇരുന്നിട്ട്. അതൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ട് ഡെയിലി കുറേശ്ശെ ഇട്ട് കൊടുക്കും. അതുകൊണ്ട് ഇവർക്കറിയാം അത് വന്നാൽ അത് കിട്ടുന്നു. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. ഞാൻ കുറേ നേരമായി ക്യാമറയും പിടിച്ച് പുറകിന് കിടക്കുന്നത്. ഇതിനൊന്ന് സൂം ചെയ്തിട്ട് അതിൻ്റെ ആ ഭംഗി കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നിൽക്കുന്നില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പിയായി വയറൊക്കെ നിറച്ചിട്ട് പോവാണ് അവർ. 5 മണി തൊട്ട് മാർക്കറ്റ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മണി ആവാറായി. അപ്പോൾ നമുക്ക് പോയി നോക്കാം. മാർക്കറ്റ് എന്ന് പറയുമ്പം സാധാരണ കാണുന്ന പോലെ വലിയൊരു പച്ചക്കറി മാർക്കറ്റോ അങ്ങനെയൊന്നും പറഞ്ഞാൽ നമ്മളിപ്പോൾ വലിയ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ അല്ലെങ്കിൽ കുറച്ച് വലിയ സിറ്റീസിലൊക്കെ താമസിക്കുമ്പോൾ അവിടെയുള്ള മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യാനേ പാടില്ല കേട്ടോ. ഇത് സാധാരണക്കാരായ ആൾക്കാർക്ക്, അതായത് ഡെയിലി വേജസ്, ദിവസക്കൂലിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഉദ്ദേശിച്ചിട്ടുള്ള മാർക്കറ്റാണിത്. എല്ലാം ചീപ്പ് ഐറ്റംസാണ്. ഒരുപാട് ക്വാളിറ്റിയുള്ള ഐറ്റംസ് അങ്ങനെയൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. വെനസ്ഡേ മാർക്കറ്റാണ് കേട്ടോ ഇത്. എല്ലാ ബുധനാഴ്ചയും മാർക്കറ്റ് ഇവിടെ ഉണ്ടാവും. അതേപോലെ ഇവിടെ ഇപ്പം നമ്മൾ ഈ കൊറോണയൊക്കെ തുടങ്ങിയതിന് ശേഷം പഴയ ആ ഒരു ആൾക്കൂട്ടവും ഇല്ല, അത്രയും കച്ചവടക്കാരും ഇല്ല. ഉള്ളവർ തന്നെയാണെങ്കിലും ഒരുപാട് ഐറ്റംസ് അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി അവർ സ്റ്റോർ ചെയ്യുന്നുമില്ല. ആ ഒരു വ്യത്യാസമുണ്ട്. അന്ന് നമ്മൾ കാണിച്ച ആ ഒരു വീഡിയോ ആയിട്ട്. നമ്മൾ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ല കേട്ടോ. ആ എൻട്രൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ചേട്ടൻ്റെ അടുത്തുള്ള തുണികൾക്കുണ്ടല്ലോ 70 രൂപ തൊട്ട് 200 രൂപ വരെയൊക്കെയാണ് ഇതിൻ്റെ വില. സാരി, ചുരിദാർ, ടീഷർട്ട്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ അകത്തേക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ വന്നത്, തിരക്കങ്ങനെ ആയിട്ടില്ല. പിന്നെ കുറച്ച് ഇരുട്ടൊക്കെ ആകുമ്പോഴാണ് ലൈറ്റൊക്കെ വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. നമുക്കെന്തായാലും നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവില്ല, എല്ലാം നിങ്ങളെ കാണിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇരുട്ടായിട്ട് എന്തായാലും പോവുള്ളൂ. ചെറിയ കുട്ടികൾ 1 വയസ്സ് 2 വയസ്സ് പാകത്തിനുള്ള കുട്ടികളുടെ ഈ പാൻറ്റിനൊക്കെ 20 രൂപ അങ്ങനെയൊക്കെ റേറ്റ് ഉള്ളൂ കേട്ടോ. സ്റ്റിച്ചിങ് ഒന്നും ക്വാളിറ്റി കുറവാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ 2 ഫ്രണ്ട്സിനെ കണ്ടു, രാജുവും ചെയ്യും. അപൂർവമായിട്ടാണ് ഈ കൊറോണയ്ക്ക് ശേഷം മലയാളീസ് ഇങ്ങോട്ട് വരാറില്ല, അപൂർവമായിട്ടേ വരാറുള്ളൂ. ഒന്നും വാങ്ങിയില്ലെങ്കിലും വരുമ്പോഴൊക്കെ ഹാജര് വെച്ചിട്ട് പോകുന്ന 2-3 കടകളുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അതിലൊന്നാണ് ഈ ചേട്ടൻ്റെ ഈ ഒരു സംഭവം. ഇതിൽ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒരുപാടുണ്ട്. വാങ്ങിയില്ലെങ്കിലും നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. വെറൈറ്റി ആയിട്ട് കാണാം ഓരോരോ ഐറ്റംസ്. ചിരവയുണ്ട്, ഇടിക്കല്ലുണ്ട്, ചൂലുണ്ട്. ഈ ചൂലൊക്കെ ആണെങ്കിൽ പനയുടെ ഓലയാണ് കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസ് ആ ചേട്ടൻ്റെ അടുത്തുണ്ട്. ഇതാണ് നമ്മുടെ ബോളി ഉണ്ടാക്കുന്ന ചേട്ടൻ. ഈ ചേട്ടനുണ്ടല്ലോ മലയാളിയാണെന്ന് വിചാരിക്കും സംസാരം കേട്ടാൽ. അത് പാലക്കാട് സ്റ്റൈലിലാണ് സംസാരിക്കും. പക്ഷേ പുള്ളി തമിഴാണ്, മലയാളം പഠിച്ചെടുത്താണ്. അത് പിന്നെയാണ് കേട്ടോ മനസ്സിലായത്. பார்த்துட்டு வரும்போது வாங்கலாம். ஓகே ഇതൊക്കെ എന്താണ്? ഇത് തേങ്ങ. ഇത് തേങ്ങയാണ്, അത് പരിപ്പാണ്. നിങ്ങൾ പാലക്കാടാ? ഇല്ലല്ല, മലയാളം പഠിച്ച മലയാളം കുറച്ചറിയോ. ഇത് ഇതാണ്, ഇതാണ്, ഇത് എരിവാണ്. ഇത് പാൽ ബന്നാണ് കേട്ടോ. ഒരു മധുരമുള്ള ഒരുതരം ബന്നാണിത്. ഇത് പുള്ളി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ഇത് കൊറോണയ്ക്കൊക്കെ മുന്നേ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു ഇവിടെ വരുമ്പം. ചില സമയത്ത് നമ്മൾ ഹൈജീനൊക്കെ അങ്ങ് മറന്നേക്കണം. അപ്പോഴേ നമുക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചേട്ടനോടെ ബോളി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കട്ടെ. കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും ഈ ചേട്ടന് ചുറ്റും. ഇപ്പോൾ അയാൾ തുടങ്ങിയിട്ടേ ഉള്ളൂ.
ഇത് കണ്ട, ഇവിടെ ഒരു 4 കട്ടിലൊക്കെ ഇട്ടിട്ട് ആ ചേട്ടൻ ഒരു ഫാൻസി സ്റ്റോർ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട്. മേക്കപ്പ് ഐറ്റംസും, മാലയും കമ്മലും വളയും, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു ചെറിയൊരു ഫാൻസി സ്റ്റോർ. പിന്നെ ഇപ്പുറത്ത് കണ്ടോ, പാക്കറ്റിൽ ആക്കിയിട്ട് വിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 10 രൂപയുള്ളൂ ഒരു പാക്കറ്റ്. ഇതിൻ്റെ അകത്ത് പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. പിന്നെ മുളകുണ്ട്, മല്ലിയുണ്ട്, ഏലക്കയുണ്ട്, കാഷ്യൂനട്ട് ഉണ്ട്, ബദാം ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് മാക്സിമം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ചെറുപയറുണ്ട്, ഒരു എவ்வளோண்ணா ஒரு பாக்கெட்டு? 10 ரூபா. எல்லாம் 10 ரூபாங்களா? சரி. இந்தோட பத்ரா பாய்க்குள்ள பத்ரா கீழே 10 மிளகால 10 இஞ்சி 10 പച്ചക്കറികൾ 2 തരത്തിൽ ഇവിടെ വിൽക്കാറുണ്ട്. ഒന്ന് തൂക്കി വിൽക്കും, വേറെ ഒന്ന് അളന്ന് വിൽക്കും. കൈയുടെ അളവോ അല്ലെങ്കിൽ ഒരു എണ്ണമോ അങ്ങനെ എന്തെങ്കിലും ഒരു അളവ് കണക്കാക്കി വിൽക്കും. രണ്ടും കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ തൂക്കി വിൽക്കുകയാണ് ചേട്ടൻ. ഇതൊരു പൊരിക്കടയാണ് കേട്ടോ. ഇതിൽ പൊരിയുണ്ട, അതേമാതിരി പൊരിയും കടലയും, ഈ 2 ഐറ്റംസും നിറയെ വെറൈറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. കടലമുട്ടായി കുറേ വെറൈറ്റി ഉണ്ട്. അതേമാതിരി വറുത്ത കടല, പൊട്ടുകടല, നിലക്കടല, പിന്നെ പൊരി മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് ഒരു പാക്കറ്റ് പൊരി വാങ്ങിച്ചിട്ടുണ്ട്. 20 രൂപയാണ് ഈ ഒരു പാക്കറ്റ് പൊരിയുടെ വില. തൊട്ടിപ്പുറത്ത് തന്നെ കണ്ടോ, അതൊരു മേക്കപ്പ് ഐറ്റംസൊക്കെയുള്ള കടയാണ്. മെഹന്തി ഉണ്ട്, കുങ്കുമമുണ്ട്, സിന്ദൂരം, അതേമാതിരി സ്ലൈഡ്, അങ്ങനത്തെ ഐറ്റംസ് ഒരുപാടുണ്ട്. ചേട്ടൻ പറയാണ് കൊറോണ പിന്നെയും പടർന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇപ്പം അവിടെ ഇവിടെയൊക്കെ ഓരോരോ കേസസ് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കെട്ട് മല്ലിയിലയും കൂടി വാങ്ങാമെന്ന് ചോദിച്ചു. 10 രൂപയുള്ള ഒരു കെട്ട് മല്ലിയിലയ്ക്ക്. ഇപ്പം നല്ല വിലക്കുറവാണ്. ചില സമയത്ത് ഭയങ്കര വിലയായിരിക്കും, ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല ഈ മല്ലിയിലയ്ക്ക്. അപ്പം വാങ്ങിക്കാറില്ല. ഇപ്പം വില കുറഞ്ഞാലും നമുക്കൊരു കെട്ട് മല്ലിയില വാങ്ങിക്കുകയാണെങ്കിൽ ചമ്മന്തിയും രസവും സാമ്പാറും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. நாட்டு தக்காளி எல்லாம் பெரிய பெரிய தக்காளி எல்லாம் கிலோ 20 ரூபா தான் பாரு. தக்காளி எல்லாம் காலி பண்ற விலைக்கு நல்லது ஒரு விலை கம்மிக்கு അരക്കിലോ 20. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചീര ഐറ്റംസ് കിട്ടും. തമിഴ്നാട്ടിൽ പൊതുവേ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പക്ഷെ അതിലെല്ലാം നമുക്ക് എനിക്ക് വെക്കാൻ അറിയില്ല. അതിൽ കുറച്ച് ചീരകൾ മറ്റേ സുക്കുട്ടിക്കീര, വെന്തയക്കീര, പൊന്നാങ്കണ്ണി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചീര ഐറ്റംസ് ഉണ്ട്. കുറച്ച് മാത്രമേ വെക്കാൻ അറിയില്ല. ചിലതൊക്കെ കട്ടുള്ള ചീരയുണ്ട്, അതൊക്കെ വെക്കുന്നതിന് കുറച്ച് രീതി വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അറിയാവുന്ന ചീരകൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ഇവിടെ വരികയാണെങ്കിൽ സുക്കുട്ടിക്കീര വാങ്ങിക്കും. പിന്നെ നമ്മുടെ പച്ച കളറിലെ ചീര, ചുമന്ന ചീര, പിന്നെ ഒരു ഐറ്റം കൂടിയുണ്ട് ഈ ഇരിക്കുന്ന വെന്തയക്കീര, നമ്മുടെ ഉലുവ ചീരയില്ലേ. ഇത് നമ്മൾ കിഴങ്ങൊക്കെ നന്നായിട്ട് വേവിച്ചിട്ട് ഇത് അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നല്ല ടേസ്റ്റാട്ടോ. ചപ്പാത്തിയുടെ കൂടെയൊക്കെ തൊട്ട് കഴിക്കാൻ നല്ല രുചിയായത്. അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കുന്ന ഒരു ഐറ്റം ആ ഒരു ചീരയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടാവാറുണ്ട് ചീര, ഇന്നിപ്പോൾ കുറവാണ് ശരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അളവ് അനുസരിച്ചിട്ട് പച്ചക്കറി വിൽക്കുന്നു, അതാണ് കേട്ടോ ഈ കാണുന്നത്. ചെറിയ ചെറിയ ബേസണിൽ അവർ തൂക്കിയിട്ടൊന്നുമല്ല ഇങ്ങനെ എടുത്ത് വെക്കുന്നത്, ഒരു കൈയുടെ അളവ് ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പം എല്ലാ ബേസിനും 10 രൂപയുള്ളൂ, ഏതെടുത്താലും 10 രൂപ. അപ്പം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കൊണ്ടുവന്ന ബാഗിലേക്ക് ഇടുക. ബാഗ് നമ്മൾ കൊണ്ടുവരണം പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അവരോട് എത്ര ബേസിനാണ് കാലിയാവുന്നത് അതിനനുസരിച്ചുള്ള പൈസ കൊടുക്കണം. ഒരു ബേസിന് 10 രൂപ ഏതെടുത്താലും. അപ്പോൾ ആ കാലിയാവുന്ന ഇത് അവർ നിറച്ച് വെച്ചുകൊണ്ടിരിക്കും. ബാക്കിൽ കുറേ ചാക്കുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കാലിയായ ബേസിനിലേക്ക് അവർ കൈ കൊണ്ട് വാരിയിട്ടിട്ട് ഇതേപോലെ നിറച്ച് പിന്നെ എടുത്ത് വയ്ക്കും. ഉള്ളിക്കട ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിൽ തിരക്കായി തുടങ്ങി. ഇപ്പോൾ
പച്ചമുളക് വാങ്ങിച്ചാ കൊള്ളൂല്ലേ? ഇതിൻ്റെ അപ്പുറം പോയി നോക്കാം, അവിടെ പോയി ഓരോന്നും കാണും, നല്ല കണ്ടായിരുന്നു. നല്ല രീതി എടുത്തിട്ട് പോ. ഇതും ചീര വയ്ക്കുന്ന വേറൊരു ചേച്ചിയാണ്. പക്ഷേ ചേച്ചിയുടെ അടുത്ത് ഇന്ന് അധികം ഐറ്റംസ് ഒന്നുമില്ല. സാധാരണ ചീര കെട്ട് കണക്കിന് ലോറിയിൽ കൊണ്ടുപോയിട്ട് ലോറി അവിടെ മാറ്റിയിടും, എന്നിട്ട് ഇതേപോലെ വിൽക്കാനിരിക്കും. തീരുമ്പോൾ അവിടെ നിന്ന് ഇറക്കിയിട്ട് ഇവിടെ നിറയ്ക്കാറാ പതിവ്. മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കാത്ത 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഈ ഉണക്കമീൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. വേറൊന്ന് കപ്പ, കൊള്ളി, പൂള എന്നൊക്കെ പറയുന്ന മരച്ചീനിയില്ലേ, പച്ചക്കപ്പ, അതും വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വാങ്ങിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. ഇത് കുറച്ചും കൂടി വലിയ കച്ചവടക്കാരാണ് കേട്ടോ. കണ്ടോ, പ്രൊവിഷൻ സ്റ്റോർ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പലചരക്കട, ഉപ്പ് തൊട്ട് കർപ്പൂരം വരാന്നൊക്കെ പറയില്ലേ, അതുപോലെ എല്ലാ ഐറ്റംസും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണിത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു വലിയ പ്ലാസ്റ്റിക് ബോക്സിൽ ഓരോ ഐറ്റംസും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി കിട്ടില്ല കേട്ടോ. 1 കിലോ, 1/2 കിലോ അങ്ങനെയുള്ള പാക്കറ്റുകളാണ് കിട്ടുന്നത്. നേരത്തെ വെയിറ്റൊക്കെ നോക്കി പാക്കറ്റിലാക്കി വിലയൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസാണ് ഈ കടകളിലുള്ളത്. ഈ ചേച്ചി എല്ലാം ചാക്കിൽ നിറച്ചിട്ടാണ് വിൽക്കുന്നത്. അതായത് പൊടി ഐറ്റംസിൽ മസാല പൗഡറുകൾ, കറി പൗഡറുകൾ എല്ലാം സ്വന്തമായിട്ട് റെഡിയാക്കി മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ച് ചാക്കിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് തൂക്കി വയ്ക്കുകയാണ് ചേച്ചി ചെയ്യുന്നത്. കറി പൗഡറുകളെല്ലാം ചേച്ചിയുടെ കൂട്ടാണ് കേട്ടോ മില്ലിൽ കൊടുത്തിട്ട് പൊടിപ്പിക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൗഡർ, മീറ്റ് മസാല, ചിക്കൻ മസാല, കറി മസാല, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ആ ഇരിക്കുന്ന പുളിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ മോസ്റ്റ്ലി തമിഴ്നാട്ടിൽ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന 2 ഐറ്റമാണ് പുളിയും വെളുത്തുള്ളിയും. മോസ്റ്റ്ലി എല്ലാ കറിക്കും ആ 2 ഐറ്റംസും ചേർക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇവിടെയുള്ള കച്ചവടക്കാരുടെ പകുതിയിൽ കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. ഇപ്പോൾ പുരുഷന്മാർ കൂടെ ഉണ്ടെങ്കിൽ പോലും സ്ത്രീകൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നതും ആ ഒരു കച്ചവടത്തെ കൺട്രോൾ ചെയ്യുന്നതും പൈസ വാങ്ങിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും സ്ത്രീകളാണ്. ഇപ്പം നമുക്ക് മാർക്കറ്റിന് പുറത്തേക്ക് ഇറങ്ങാം. പുറത്ത് കണ്ടോ, ഒരു വാനിൽ ഒരു സംഭവം വിൽക്കുന്നുണ്ട്. ഇതെന്താണെന്നറിയോ? മീനില്ലേ, മീൻ നല്ല മസാല എല്ലാം പുരട്ടിയിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കും. നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ആ ഒരു പയ്യൻ നമുക്കത് വറുത്ത് തരും. അവിടെ ദൂരെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് മീൻ കറിയാണ്. മീൻ കുഴമ്പ് 20 രൂപ എന്നാണ് ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മീൻ കറിക്ക് 20 രൂപയാണ്. അതിതുവരെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല എങ്ങനെയാണ് ടേസ്റ്റ് എന്നുള്ള കാര്യം. വറുത്തത് വാങ്ങിക്കാറുണ്ട് കേട്ടോ, വല്ലപ്പോഴും ഒക്കെ വരുമ്പം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഇത് വാങ്ങിച്ചിട്ട് കഴിക്കാറുണ്ട്. വർഷങ്ങൾക്ക് മുൻപൊക്കെ ഇവിടെ വന്ന സമയത്ത് നല്ല മീനൊന്നും കിട്ടില്ലായിരുന്നു. അപ്പോൾ വേറെ മാസങ്ങളോളം നമ്മൾ മീൻ കഴിക്കാണ്ടിരുന്ന് കഴിയുമ്പം മലയാളീസല്ലേ, മീൻ കഴിക്കാതിരിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നിവൃത്തിയില്ലാണ്ട് ഇവിടെ വന്നിട്ട് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഇവിടെയല്ല, അന്ന് ഈ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല, വേറെ സ്ഥലത്ത്. പച്ചക്കറികളൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടും ഒരുപാട് ഹെൽത്തി ആയിട്ടും ഇവർ നന്നായിട്ട് വയ്ക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മീൻ കറി വയ്ക്കാനോ മീൻ വറുക്കാനോ അത്ര എക്സ്പെർട്ട് അല്ല ഇവർ. പിന്നെ മീനാണെങ്കിൽ പോലും മുള്ളുള്ളതൊന്നും കഴിക്കാൻ അങ്ങനെ അധികം അറിയില്ല മിക്ക ആൾക്കാർക്കും. ഇത് നമ്മുടെ തമിഴ് കുക്കിംഗ് ചാനലിൽ വരുന്ന കമൻസ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പം നിങ്ങളോട് ഈ പറയുന്നത്. വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് 20 രൂപയ്ക്ക് 4 വറുത്ത മത്തിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ. മീൻകടയിൽ തിരക്ക് കൂടി വരുന്നുണ്ട്. മാർക്കറ്റിന് പുറത്ത് റോഡ് സൈഡിലും കുറേ കടകളുണ്ട് കേട്ടോ. അത് തുണിക്കടകളും പിന്നെ ഫുഡ് ഐറ്റംസുമാണ്. ഫുഡ് എന്ന് പറയുമ്പോൾ നേരത്തെ കാണിച്ച ബോളി വിൽക്കുന്നത് പോലെയുള്ളത്, കടല പുഴുങ്ങിയത്, കോൺ വേവിച്ചത്, പിന്നെ സമോസയൊക്കെ ഉണ്ടാക്കി വിൽക്കും ഫ്രഷായിട്ട്. അതൊക്കെ അങ്ങനെയുള്ള കടകളൊക്കെയാണ് റോഡ് സൈഡിലുള്ളത്.
പിന്നെ ഇത് വെനസ്ഡേ മാർക്കറ്റാണ്. ഇതേപോലെ ഓരോ ഏരിയയിലും ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസവും മാർക്കറ്റ് ഉണ്ടാവും, പല പല ഏരിയയിലായിട്ട്. അപ്പോൾ അടുത്ത ബുധനാഴ്ച ഇവരെല്ലാവരും കൂടി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റ് റൊട്ടേറ്റ് ആവുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് ഈ മാർക്കറ്റ് അങ്ങനെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ക്ലബ്ബുകാരെല്ലാവരും കൂടി എല്ലാ കർഷകരുടെയും വീട്ടിൽ ചെന്നിട്ട് സാധനങ്ങൾ ശേഖരിച്ച് തേങ്ങയടക്കം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഓരോരോ കിറ്റുകളാക്കിയിട്ട് എല്ലാ വീടുകളിലും ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കൊറോണ കൂടിക്കൂടി വരുന്നുണ്ട്, എന്താവെന്ന് അറിയില്ല. എന്താണെങ്കിലും നമ്മളിപ്പോൾ ഒരുപാട് ലേറ്റായി, വീട്ടിൽ പോകണം. അപ്പം ഈ ഒരു വ്ളോഗ്, ഈ ഒരു മാർക്കറ്റിൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാൻ ശ്രമിക്കാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കണം കേട്ടോ. ബൈ.